നവംബർ 27 എന്ന ഈ ദിവസം ക്രിക്കറ്റ് പ്രേമികൾ ഒരു വേദനയോടെ ഓർക്കുന്ന ദിനമാണ്. ഫിലിപ്പ് ഹ്യൂസ് എന്ന ഓസ്ട്രേലിയൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ മരണത്തിന് കീഴടങ്ങിയ ദിവസമാണത്. ഹ്യൂസിന്റെ ജീവനെടുത്ത ബൗൺസർ എറിഞ്ഞത് സീൻ അബോട്ടാണ്. ഹ്യൂസ് ആ പന്ത് കൊണ്ട് വീഴുമ്പോൾ കൂടെ ക്രീസിൽ ഉണ്ടായിരുന്നത് ഡേവിഡ് വാർണർ ആയിരുന്നു. സിഡ്നിയിൽ നടന്ന ഒരു ആഭ്യന്തര മത്സരത്തിൽ 63 റൺസുമായി ബാറ്റ് ചെയ്തിരുന്ന ഹ്യൂസിന് നേരെയാണ് ഈ ബൗൺസർ പാഞ്ഞു വന്നത്. പന്ത് കഴുത്തിൽ ഹെൽമറ്റിനെ തൊട്ട് താഴെയായാണ് കൊണ്ടത്. ബോധമറ്റ് വീണ ഹ്യൂസിനെ ആശുപത്രിയിൽ എത്തിച്ചു. തലച്ചോറിലെ രക്തസ്രാവം നിയന്ത്രിക്കാൻ അടിയന്തര ശസ്ത്രക്രിയകൾ നടത്തിയിട്ടും ജീവൻ രക്ഷിക്കാനായില്ല. 2014 നവംബർ 27 പരിക്കേറ്റതിന്റെ രണ്ടാം നാൾ 25 വയസ്സുള്ള ഹ്യൂസ് ഈ ലോകം വിട്ടുപോയി. അബോട്ടിന്റെ പന്ത് കഴുത്തിൽ കൊണ്ട് വീണ ഉടനെ ബ്രാഡ് ഹാഡിനും ഷെയ്ൻ വാട്സണും ചേർന്ന് ഹ്യൂസിനെ സ്ട്രെച്ചറിൽ കിടത്തി ആംബുലൻസിലെത്തിക്കുകയായിരുന്നു. പെട്ടെന്ന് ശസ്ത്രക്രിയകൾ എല്ലാം നടത്തിയെങ്കിലും ഹ്യൂസിനെ രക്ഷിക്കാനായില്ല. ക്രിക്കറ്റ് ലോകം മാത്രമല്ല, ഹ്യൂസിന്റെ വിയോഗത്തിൽ കായിക ലോകം ആകെ ഇളകി മറിഞ്ഞു. സംസ്കാര ചടങ്ങിലേക്ക് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പലരും എത്തി. ഇന്ത്യയിൽ നിന്നും വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവിശാസ്ത്രി എന്നീ താരങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുത്തു. അറിയാതെ സംഭവിച്ച പിഴവിൽ ചങ്ങാതിയുടെ ജീവൻ പോയതിന്റെ വേദനയുമായി സീൻ അബോട്ടും ചടങ്ങിനെത്തി. കുറ്റപ്പെടുത്താൻ ആളുകൾ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് അധികാരികൾ അബോട്ടിന്റെ അവിടുത്തെ ഫോട്ടോകൾ പുറത്തു പോകാതെ സൂക്ഷിക്കുകയും ചെയ്തു. ഹ്യൂസിന്റെ മരണത്തോടെ ബ്രിട്ടീഷ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹെൽമറ്റുകളെ ഉപയോഗിക്കാവൂ എന്ന് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് നിയമം കൊണ്ടുവന്നു. പിൻകഴുത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന തരത്തിലായിരുന്നു ആ ഹെൽമറ്റുകൾ. മത്സരത്തിലും പരിശീലനത്തിലും അത് നിർബന്ധമാക്കി. സീൻ അബോട്ട് എറിഞ്ഞ അത്തരം പന്തിനെ പെർഫ്യൂം ബോൾ എന്നാണ് വിളിക്കുന്നത്. ഒരു പേസ് ബോളർ ബോൾ ചെയ്യുമ്പോൾ അയാൾക്ക് അതിനെ വേഗം നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന ചില ബോളുകളുണ്ട്. അത് സാധാരണ ബൗൺസറിനേക്കാൾ ഉയരത്തിൽ പോകും. സാധാരണ തോളിനൊപ്പം വരുന്ന ബൗൺസർ അല്ലാതെ ഇത്തരം ബോളുകൾ ബാറ്റ്സ്മാന്റെ മുഖത്തിന് മുമ്പിൽ കൂടിയാകും കടന്നു പോകുന്നത്. മുഖത്തിന് മുൻപിൽ കൂടി പോകുന്ന ബോൾ എന്ന നിലയിൽ ആ ബോളിന്റെ ഗന്ധം പോലും ബാറ്റ്സ്മാന് കിട്ടുമെന്ന സങ്കല്പത്തിലാണ് ഇത്തരം ഉയരത്തിൽ പൊങ്ങുന്ന എന്നാൽ വൈഡാകാതെ ബാറ്റ്സ്മാനോട് ചേർന്ന് വരുന്ന ബൗൺസറുകളെ പെർഫ്യൂം ബോൾ എന്ന് വിളിക്കുന്നത്. അത്തരത്തിൽ ഒരു പെർഫ്യൂം ബോൾ കഴുത്തിൽ അടിച്ച് പരിക്കുപറ്റി ബാറ്റിംഗ് അവസാനിപ്പിച്ചു പോകുമ്പോൾ 63 റൺസായിരുന്നു ഫിൽ ഹ്യൂസിന്റെ സമ്പാദ്യം. സാധാരണ രീതി അനുസരിച്ച് ഒരു ബാറ്റ്സ്മാൻ പരിക്കുപറ്റി ബാറ്റിംഗ് അവസാനിപ്പിച്ചു പോയാൽ റിട്ടയർഡ് ഹട്ട് എന്നാണ് റൺസ് ബോർഡിലും മത്സരത്തിന്റെ ഔദ്യോഗിക സ്കോർ കാർഡിലും രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഗുരുതര പരിക്കുകളോടെ പുറത്തായി പിന്നീട് മരണത്തിന് കീഴടങ്ങിയ ഹ്യൂസിന്റെ സ്മരണക്കായി ആദ്യമായി ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ഔദ്യോഗിക രേഖകളിൽ 63 റിട്ടയർഡ് ഹട്ട് എന്നതിന് പകരം 63 നോട്ട് ഔട്ട് എന്നാണ് രേഖപ്പെടുത്തിയത്. എക്കാലവും ഓർമ്മകളിൽ നിലനിൽക്കാൻ അദ്ദേഹത്തിന് നൽകിയ ഒരു അന്ത്യ ബഹുമതിയായിരുന്നു അത്. ഓസ്ട്രേലിയയുടെ 408ാമത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരമായിരുന്നു ഫിൽ ഹ്യൂസ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം 64 എന്ന അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ പിന്നീട് ഓസീസ് പിൻവലിച്ചു. ഒരു താരങ്ങൾക്കും ആ ജേഴ്സി നമ്പർ കൊടുക്കാതെ ഹ്യൂസിനോടുള്ള ആദരവ് ക്രിക്കറ്റ് ബോർഡ് നിലനിർത്തി. മാത്യു ഹെയ്ഡിന് പകരക്കാരനായി ഓസ്ട്രേലിയൻ ടീമിലേക്ക് ഓപ്പണറായി വന്ന 20 വയസ്സുള്ള പയ്യൻ 2009 ഫെബ്രുവരി 26 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റിലാണ് അരങ്ങേറ്റം കുറിച്ചത്. ഫിൽ ഹ്യൂസിന്റെ ആദ്യ ഇന്നിംഗ്സ് 4 ബോളിൽ 0 അവസാനിച്ചു. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ 75 റൺസ് എടുത്ത് ഹ്യൂസ് തന്റെ വരവ് ക്രിക്കറ്റ് ലോകത്തെ വിളിച്ചു പറഞ്ഞു. പിന്നീട് നടന്ന രണ്ടാം ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ 115 റൺസും രണ്ടാം ഇന്നിംഗ്സിൽ 160 റൺസും നേടിക്കൊണ്ട് 175 റൺസിന്റെ വിജയം ഓസ്ട്രേലിയക്ക് സമ്മാനിച്ചതും ഹ്യൂസ് തന്നെയായിരുന്നു. 2013 ജനുവരി 11 ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച ഹ്യൂസ് സെഞ്ചുറി നേടി. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഏകദിന അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ കളിക്കാരൻ എന്ന റെക്കോർഡും ഹ്യൂസ് സ്വന്തമാക്കിയിരുന്നു. ഒരുപാട് നേട്ടങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ഒരു പ്രതിഭാധനനായ കളിക്കാരനെയാണ് ആ നവംബർ 27 ക്രിക്കറ്റ് ലോകത്തിന് നഷ്ടമായത്. എന്നാലും 11 വർഷങ്ങൾക്ക് ശേഷവും ലോകം ഫിൽ ഹ്യൂസിനെ ഓർക്കുന്നുണ്ട്. ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലും ആ പഴയ സ്കോർ കാർഡിലും പുറത്താകാതെ 63 റൺസുമായി ഇന്നും ഫിൽ ഹ്യൂസ് എന്ന താരം അയാളുടെ 64ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് നോട്ട് ഔട്ട് ആയി തന്നെ നിൽക്കുകയാണ്.